afternoon all. Have you had your lunch? Lunch കഴിച്ചോ എല്ലാവരും? കഴിച്ചില്ലേ? Okay, welcome back to our class. കഴിഞ്ഞ പീരീഡ് ക്ലാസ് കിട്ടാത്തവരുണ്ടോ? കഴിഞ്ഞ പീരീഡ് ക്ലാസ് കിട്ടാത്തവരുണ്ടോ? എല്ലാരും ഉണ്ടായിരുന്നല്ലേ? അമൻ മാധവ് പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഷാബറ കാണട്ടെ നിങ്ങളെ. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. എവിടെ എത്തി നമ്മള്? ആ വരെ എത്തിയല്ലേ? നോട്ട് ബുക്കിൽ എഴുതിയോ നിങ്ങള്? ജിയ, ജിയ റോസ് നോട്ട് ബുക്കിൽ എഴുതിയോ? 2 ലൈൻ കോപ്പിയിൽ എഴുതിയോ? പകുതി എത്തിയതേയുള്ളൂ. ഓക്കെ, എഴുതണം കേട്ടോ. ഓക്കെ ഓക്കെ, എല്ലാവരും തന്നെ നോട്ട് ബുക്കിൽ എഴുതണം. ഒന്നുകൂടെ മിസ് വായിച്ചു തരാം, ശ്രദ്ധിച്ചേ. ടേക്ക് യുവർ ഫസ്റ്റ് പേജ്. ടേക്ക് യുവർ ഫസ്റ്റ് പേജ്. കാണട്ടെ, ഇതാണല്ലേ? കാണട്ടെ, എല്ലാവരുടെയും ഫസ്റ്റ് പേജ് കാണട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. കഴിഞ്ഞ ക്ലാസ് കിട്ടാത്തവർ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ആസെ അനാർ, ആസെ ആം, ഈസെ ഇമലി, ഈസെ ഈക്, ഊസെ ഉലു, ഊസെ ഊൻ, ഇറുസെ ഋഷി, ഏസെ എടി, ഐസെ ഐനക്, ഓസെ ഓഖലി, ഔസെ ഔരത്, അംസെ അങ്കൂർ, ആ ലാസ്റ്റ് വൺ ആ. ഓക്കെ, ഇത് കണ്ടോ? ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കണ്ടോ നിങ്ങള്? ഈ ബുക്കിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കണ്ടോ? ഇത് കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങള്? എന്താന്നറിയോ അത്? ഈ അക്ഷരങ്ങളുടെ ഒക്കെ ചിഹ്നങ്ങളാ അത്. ഹിന്ദിയില് ചിഹ്നങ്ങൾക്ക് മാത്രാന്ന് പറയും. എന്താ റിച്ചാർഡ്, ഹിന്ദിയിൽ ചിഹ്നങ്ങൾക്ക് എന്താ പറയാ? ആ ഗുഡ്, മാത്ര. കണ്ടോ? താഴെ കണ്ടോ? സ്വരാക്ഷരങ്ങൾ കൊടുത്തു, അതിന്റെ ചിഹ്നങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇപ്പൊ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കാണിച്ചു തന്ന കേട്ടോ. നമുക്ക് പഠിക്കാം ചിഹ്നങ്ങളൊക്കെ. ഇപ്പൊ നമുക്ക് വേർഡ്സ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. കണ്ടോ? നെക്സ്റ്റ് പേജ് എടുത്തേ എല്ലാവരും. കണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? നമുക്ക് എഴുതാനുള്ള സ്ഥലം അവിടെ. നോക്കിയേ, അഭ്യാസ് അല്ലേ? എന്താ അവിടെ എഴുതേണ്ടത്? അവിടെ കൊറേ പിക്ചർ തന്നിട്ടുണ്ട്. നോക്കിക്കോ. ഇമലി എന്താ പറഞ്ഞ? സ്വരം കോ ചിത്രോം സേ മിലാവോ. കൊറേ സ്വരാക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, കൊറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ആസേ അനാർന്ന് പഠിച്ചു, ആസേ ആംന്ന് പഠിച്ചു. ആ അക്ഷരങ്ങള് ആ പിക്ചറിന് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ ആന്ന് കൊടുത്തിട്ടുണ്ട്. ആസേ എന്താ നമ്മൾ പഠിച്ചത്? അലൻ, ആസേ പ്ലീസ് അൺമ്യൂട്ട്. അനാറുണ്ടോ അവിടെ പിക്ചറില്? ആ, അനാറിലോട്ട് മാച്ച് ചെയ്തോ? നിങ്ങള് പെൻസിൽ എടുത്തിട്ട് വരച്ചു കൊടുക്കണം. ആയുടെ ആ എന്ന അക്ഷരത്തിന് അനാറിലോട്ട് മാച്ച് ചെയ്യണം.
ചെയ്തു. നെക്സ്റ്റ് ആ തന്നിട്ടുണ്ടല്ലേ. ആസേ എന്താ ജോവിൻ? ആസേ ആമുണ്ട് അവിടെ. ആം കാണും. ആമിന്റെ അടുത്തോട്ട് മാച്ച് ചെയ്യണം. വെരി ഗുഡ്. നെക്സ്റ്റ് ഈ തന്നിട്ടുണ്ടല്ലേ. ഈസേ ആദിത്യൻ ഈസേ എന്താ മോനെ പഠിച്ചത് നമ്മള്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ കേൾക്കട്ടെ. ഈസേ ഇമലി. ഇമലി കാണുന്നുണ്ടോ അവിടെ? ഇമലിയിലോട്ട് വരച്ചു കൊടുക്ക്. വരച്ചു കൊടുത്തോ. നെക്സ്റ്റ് ഈ എഴുതിയിട്ടുണ്ടല്ലേ അൻവിത. ഈസേ എന്താണ്? ഈക്കുണ്ടോ അവിടെ? പിക്ചർ കാണുന്നുണ്ടോ? മാച്ച് ചെയ്തോളൂ. നെക്സ്റ്റ് ഊസേ ഹാദിയ. ഊസേ ഉല്ലു കാണുന്നുണ്ടോ? ഉല്ലുവിന്റെ അടുത്തോട്ട് മാച്ച് ചെയ്ത് വരച്ചു കൊടുക്കുക. ഓക്കെ, ഊസേ കഴിഞ്ഞു അല്ലെ. ഊസേ നിവേദ്യ. ഊസേ ഊൻ എവിടെ ഉണ്ടല്ലേ? വരച്ചു കൊടുക്കൂ. ഊൻ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഉണ്ടാ? ഇറുസേ ജൽവ ഫാത്തിമ. ഇറുസേ വെരി ഗുഡ്. ഋഷിനെ കാണുന്നുണ്ടോ അവിടെ? ഉണ്ടല്ലേ? മാച്ച്. ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞാല് ഏസേ അമൃത. ഏക് താര. മാച്ച് ചെയ്യൂ. ഗുഡ്. ഐസേ അയാൻ. ഐസേ അയാൻ വിജേഷ്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ ആൻസർ പറഞ്ഞു. ഐസേ എന്താ? നമ്മള് പഠിച്ച ഐസേ ഗുഡ്. ഐനക്. മാച്ച് ചെയ്തോളൂ. ഐസേ ഐനക്. ഓസേ നൈല സക്കീർ. ഓസേ വെരി ഗുഡ്. ഓക്കലി. ഗുഡ്. നെക്സ്റ്റ് ഔസേ സാവിയോ. വെരി ഗുഡ്. ഔസേ ഔരത്. ഗുഡ്. നെക്സ്റ്റ് അംസേ റിച്ചാർഡ് പറഞ്ഞോ. അങ്കൂർ. ഗുഡ്. ഹംസേ അങ്കൂർ. നെക്സ്റ്റ് എല്ലാരും മാച്ച് ചെയ്ത് ഒന്ന് കാണട്ടെ. ഞാൻ പറയാം ആരുടെയൊക്കെ കറക്റ്റ് ആണെന്ന്. നൈല സക്കീർ, അലൻ ജോസഫ്, ജിയ, ആദിത്യ, നിവേദ്യ, ജോവിൻ, ജോയൽ, അമൃത, അയാൻ, ഹാദിയ, ജൽവ, ഹാദി, ഹൈദർ, മുഹമ്മദ്, മുക്താസ്, മുഹമ്മദ് എന്താ മോനെ മുഴുവൻ പേരെന്താ? ദേവാങ്ക്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. മുഹമ്മദ് മോന്റെ പേര് പറഞ്ഞേ.
Full name, please. മുഹമ്മദ് മുബത്തസ്ലി. Okay, good. Good name. ദേവാങ്ക് കാണിച്ചോ മോനെ? മുഹമ്മദിന്റെ കണ്ടു. ദേവാങ്ക് ഓക്കെ. ഐഫൂന, റിച്ചാർഡ്, ആദിത്യൻ, സാവിയോ, നിയാദാസ്, അൻവിത, സൽമാൻ, ഏബൽ, ആയുഷ്, റയാൻ. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനി ആദ്യം അമൃത കാണിച്ചു ടീച്ചറിനെ. ദീക്ഷിത് മോനെ പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഒക്കെ ദീക്ഷിത് എഴുതിയോ? ഇർഷാദ് മാച്ച് ചെയ്തോ? ഇർഷാദ് ഓക്കെ ഓക്കെ ഗുഡ്. ഇഷിക രാജ് പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ ഗുഡ്. അവിടെ നമ്മള് ഡേറ്റ് ഇടണം കേട്ടോ. ഇന്നത്തെ ഡേറ്റ് എത്രയാ? 8/7/2020. നിങ്ങൾ ഡേറ്റ് ഇടാനൊക്കെ പഠിച്ചോ? ഈ സൈഡിലായിട്ട് എഴുതിക്കേ ക്ലാസ് വർക്ക് CW. ഓക്കെ, ഡേറ്റ് ഒക്കെ ഇടാൻ പഠിക്കണം കേട്ടോ. അതിന്റെ താഴെ നോക്കിയ മക്കളെ, ഇത് താഴെ നോക്കിയോ? എന്താ? സഹി സ്വർ പർ ഖേരാ ലഗാവോ. എന്താ? അവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? ആമിന്റെ പിക്ചർ തന്നു അല്ലെ? പിന്നെയുണ്ട് ഉല്ലു ഉണ്ട്, ഔരത്ത്, ഋഷി. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ? ഓക്കെ. അതിൽ കണ്ടോ? ആമിൻ്റെത്, ഉല്ലു, ഔരത്ത്, ഋഷി. ഈ പിക്ചറൊക്കെ കണ്ടില്ലേ? കുറെ പിക്ചർ ഉണ്ട് അല്ലെ? അതിന്റെ താഴെ ഒരു ബോക്സിൽ കണ്ടോ കുറച്ച് അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഈ ബോക്സില്? നമ്മളോട് എന്താ പറയുന്നേന്നറിയോ? ആ പിക്ചറിന് കണക്കായ ഒരു അക്ഷരം ഉണ്ട് താഴെ. എന്താ പിക്ചർ? എന്താ പിക്ചറിന്റെ നെയിം? എന്താ? ഉല്ലു ആണോ ഫസ്റ്റ് വൺ? ചോദിക്കട്ടെ, ആരോടാ ചോദിക്കണ്ടേ? അമൃത പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പിക്ചർ? ആമിന് ഏത് അക്ഷരാ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ വരുക? ആയാണോ ഓയാണോ ആണോ? അതിന് സർക്കിൾ വരയ്ക്കണം. എന്താ സർക്കിൾ എന്ന് പറഞ്ഞാല്? വട്ടം വരയ്ക്കണം. പെൻസിലും കൊണ്ട് സർക്കിൾ വരയ്ക്കണം. ചെയ്തോ? ഇല്ല. ചെയ്തോ? എന്നുള്ള അക്ഷരത്തിന് സർക്കിൾ വരയ്ക്കണം. ഓക്കെ. നീയ മോളെ നെക്സ്റ്റ് എന്താ മോളെ പിക്ചർ കാണുന്നത്? നെക്സ്റ്റ് പിക്ചർ എന്താ ഇത്? ഉല്ലു. ഉല്ലുവിന് ഏത് അക്ഷരാ വരുന്നേ? ഊ ആണോ ഊന്നാണോ ആണോ? ഊന് സർക്കിള് വരയ്ക്കാം. ഊ ഫസ്റ്റ് വൺ അല്ലേ? ഊ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് അൻവിത. നെക്സ്റ്റ് എന്താ മോളെ പിക്ചർ കാണുന്നത്? എന്താ? ഔരത്ത്. ഔരത്തിന് ഏത് അക്ഷര വരുന്നേ? ആണോ ഓന്നാണോ ഔന്നാണോ? ഔ ലാസ്റ്റ് വൺ അല്ലേ? അപ്പൊ ഔ എങ്ങനെ എഴുതണ്ടേ നമുക്ക് അറിയണം. ലാസ്റ്റ് വൺ ഔ. ഓക്കെ ഗുഡ്. സൽമാൻ നാസർ മോനെ ഏത് ആ പിക്ചർ എന്താ കാണുന്നത് അവിടെ? ഈ പിക്ചർ എന്താ? സൽമാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. അൺമ്യൂട്ട് ചെയ്യൂ. എന്താ പിക്ചർ ഇത്? ഇത് ഋഷിയാണോ മോനെ? ഇത് ഗുഡ്. എക്ക് താര. ഏതാ അക്ഷരം വരുവാ എക്ക് താര എന്ന് വരുമ്പോ? എ നടുക്കത്ത് അല്ലേ? സെന്ററിലുള്ളത്. ഐ അല്ല എ. സർക്കിൾ ചെയ്യൂ. ഓക്കെ ഗുഡ്. ഏബൽ മാത്യു. ഏബൽ. നെക്സ്റ്റ് പിക്ചർ എന്താ മോനെ? അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട്.
ഓഖലി. ഓഖലി. ഓഖലിക്ക് ഫസ്റ്റ് ലെറ്റർ ഏതാ വരുന്നത്? ഓ ആണോ ഔ ആണോ ഏതാ വരുന്നത്? ഓഖലി എന്ന് പറയുമ്പോ ഓ വരണം അല്ലേ? അവിടെ നിങ്ങൾക്ക് എങ്ങനെയാ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഓ എന്നുള്ള അക്ഷരത്തിന് സർക്കിൾ ചെയ്യണം. ഏതൊക്കെ അക്ഷരങ്ങളാ? ഓ ഔ എന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ നോക്കിയേ, അങ്ങനത്തെ ഒരു അക്ഷരം ഇല്ല ഹിന്ദിയിൽ കേട്ടോ. ആദ്യത്തെ അക്ഷരമാണ് കറക്റ്റ്. ഓ ആന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു വര അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആയുഷ്. ആയുഷ്. നെക്സ്റ്റ് പിക്ചർ എന്താ മോനെ? പ്ലീസ് അൺമ്യൂട്ട്. ഇതുണ്ടല്ലോ. ആയുഷ് പറയുന്നില്ല? ഓക്കെ. ഐഫൂന. ഐഫൂന. ഓക്കെ. ആയുഷ് പോകരുത്. ആയുഷ് അവിടെ നിന്നോ. അൺമ്യൂട്ട് ചെയ്യണ്ട. എന്താ ഐഫൂന? ഊൻ അല്ലേ? ഏതാ അക്ഷരം വരിക? ഊ. സെന്ററിലുള്ള അല്ലെ? നടുക്കത്തെ ഊന് സർക്കിൾ കൊടുക്കാം. ഓക്കെ ഗുഡ്. ആയുഷ് എന്താ മോനെ അടുത്ത പിക്ചർ? ഊൻ കഴിഞ്ഞാല് നോ. ഊൻ കഴിഞ്ഞ അടുത്ത് ഇതെന്താ പിക്ചർ? മിസ് കാണിച്ചു തരുന്ന പിക്ചർ? ഇമലി. ഇമലിക്ക് ഏതാ ലെറ്റർ വരിക? ഈന്നല്ല, ഇ. ഫസ്റ്റ് വൺ ഇ. സർക്കിൾ ഇ. ഓക്കെ. നെക്സ്റ്റ് ദേവാങ്ക്. ദേവാങ്ക്. നെക്സ്റ്റ് പിക്ചർ എന്താ മോനെ? ഇതെന്താ? ദേവാങ്ക് പ്ലീസ് അൺമ്യൂട്ട്. ദേവാങ്ക് പറഞ്ഞേ, ഈ പിക്ചർ എന്താ? ഇത് ഉല്ലുവാണോ? നോ. ആര് പറയും? മുഹമ്മദ്. മുഹമ്മദ് പറഞ്ഞോ. മുഹമ്മദ് അൺമ്യൂട്ട്. അങ്കൂർ അല്ലേ? ഓക്കെ. അങ്കൂറിന് ഏതാ അക്ഷരം വരുന്നത്? അമ്മില്ലേ അവിടെ? അമ്മിന് സർക്കിൾ ചെയ്യാ. എങ്ങനെയാ അമ്മ എഴുതുക? ആ എഴുതി മുകളിൽ ഒരു ഡോട്ട് വേണം അല്ലേ? അങ്കൂർ. ഓക്കെ. നെക്സ്റ്റ്. ഇനി ആരാ ടീച്ചർ വിളിക്കാത്തത്? ഷഹബറ. ഇർഷാദിനെ വിളിക്കാം മോനെ. ഇർഷാദ് അൺമ്യൂട്ട് ചെയ്തോ. എന്താ പിക്ചർ കാണുന്നത്? ഐനർ. ഏതാ അക്ഷരം വരുന്നത്? ഐ. രണ്ടാമത്തെ അക്ഷരം അല്ലേ? എ അല്ല, ഐ. ഐക്ക് സർക്കിൾ കൊടുക്കാം. ഓക്കെ. ഇഷിക. ഓക്കെ. നെക്സ്റ്റ് എന്താ മോളെ പിക്ചർ? ഇത് അനാർ. അനാറിന് ഏതാ ലെറ്റർ വരിക? ഓക്കെ. സർക്കിൾ. ഇനി ആരെ പറയാത്തത്? ഒട്ടും പറയാത്തവരാരാ? കുറെ പേരുണ്ടല്ലേ. ഷഹബ്ര. ഷഹബ്ര വെയിറ്റ് ചെയ്യാണ്. ജൽവേനെ വിളിക്കാം, ആദിത്യനെ വിളിക്കാം, ജിയനെ വിളിക്കാം കേട്ടോ. ഷഹബ്ര പ്ലീസ് അൺമ്യൂട്ട്. ഒരെണ്ണം കൂടെ ബാക്കിയുണ്ടല്ലേ നമുക്ക്. എന്താ അത്? ലാസ്റ്റ് വൺ ഏതാ? അനാർ. ദിസ് അനാർ? നോ. ഈക്ക്. ഈക്കാണോ ഇത്?
Yes. യെസ് അതെ. ഈക്ക് മീൻസ് ഈക്ക് എന്ന് പറഞ്ഞ എന്താ? ഷുഗർ കെയിൻ. ഓക്കെ ഗുഡ്. എവിടെ ഏതക്ഷരം എഴുതേണ്ടത്? ഈന്ന് എഴുതണം. ഓക്കെ ഈന്ന് എഴുതുമല്ല വേണ്ട, ഈക്ക് സർക്കിൾ കൊടുക്കുക. ഓക്കെ എഴുതിനു. ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വർക്ക് കണ്ടോ? ഈ 2 വർക്കും ചെയ്തു അല്ലേ? അക്ഷരദീപം എഴുതണ്ടേ നമുക്ക്? കഴിഞ്ഞു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതോ? നോട്ട് ബുക്ക് എടുത്തേ, 2 ലൈൻ കോപ്പി എടുത്തേ നിങ്ങള്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ST ഉണ്ടാവും കേട്ടോ, എക്സാം ഉണ്ടാവും സ്വരാക്ഷരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. എടുത്തോ? 2 ലൈൻ കോപ്പി എടുത്തോ? ടേക്ക് യുവർ പെൻസിൽ. Take your pencil. Then write സ്വരാക്ഷർ ലിഖോ. എന്താ മിസ് പറയുന്നത്? സ്വരാക്ഷരങ്ങൾ എഴുതാനാ പറഞ്ഞത്. എഴുതിക്കോ. എഴുതിയോ? എഴുതിക്കോ. ഏതൊക്കെ അക്ഷരങ്ങളാ? ആ ഫസ്റ്റ് വൺ ആ. അല്ലേ? സ്ഥലം വിട്ട് വിട്ട് എഴുതണം കേട്ടോ, കൂട്ടി കൂട്ടി എഴുതരുത്. അമൃത, അമൃത ആ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഔ അം ആ. അതാ നോട്ട് ബുക്കിൽ എഴുതി കാണിക്കണം ഇപ്പൊ. അമൃത എന്ത് പറ്റി മോളെ? മിസ്സിനോട് സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യണം, എങ്കിലേ പറയാൻ പറ്റൂ, കേൾക്കാൻ പറ്റൂ മിസ്സിന്. കേൾക്കുന്നില്ല. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? റയാൻ, അഫ്രാസ് കാണുന്നില്ലല്ലോ നിങ്ങളെ. ഏതൊക്കെ അക്ഷരങ്ങളാണ് എഴുതേണ്ടത്? ആ ആ ഇ ഈ ഉ ഊ ഋ. നെക്സ്റ്റ് ലൈനില് എ ഐ ഓ ഔ അം ആ. ഋ വരെ ഫസ്റ്റ് ലൈനിൽ എഴുതിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി താഴത്തെ ലൈനിൽ എഴുതുക. റിച്ചാർഡ് എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ആദ്യത്തെ വിയർത്തു. ഓ ഓക്കെ ഗുഡ്. ഓക്കെ അതിന്റെ താഴെ ഒരു പ്രാവശ്യം കൂടി എഴുതണം. ഒരു പ്രാവശ്യം കൂടെ ആ അക്ഷരങ്ങൾ എഴുതുക. നിങ്ങൾ എണ്ണി നോക്കണം എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന്. 13 ലെറ്റേഴ്സ് ഉണ്ടോ അവിടെ? 13 ലെറ്റേഴ്സ് ഉണ്ടോ നോക്കി എണ്ണി നോക്കിയേ.
മലയാളത്തിലാണെങ്കിൽ 15 വരും അല്ലേ? ഹിന്ദിയിൽ 2 അക്ഷരം കുറവാ. 13 ലെറ്റേഴ്സ് വരണം. എല്ലാവർക്കും ഉണ്ടോ നോക്കിയേ? ഉണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി എഴുതി കാണിക്കാം. ദീക്ഷിത് മോൻ എഴുതുന്നില്ല? എഴുതിയാലേ പഠിക്കുള്ളൂ. ഓക്കെ, ആയുഷ് എത്ര പ്രാവശ്യം എഴുതി? 2 times എഴുതിയാ? അൺമ്യൂട്ട് പ്ലീസ്, അൺമ്യൂട്ട്. ഒരു പ്രാവശ്യം എഴുതിയിട്ട് പറ. ഒരു പ്രാവശ്യം എഴുതിയിട്ടില്ലോ ടീച്ചർ. Write 2 times. എഴുതിക്കോ, അവിടെ ഇരുന്നിട്ട് എഴുതിക്കോ. എഴുതി കഴിഞ്ഞവര് അതിന്റെ സൈഡില്, ലെഫ്റ്റ് സൈഡിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക. ആദ്യത്തെ 2 times എഴുതിയാ? ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ഇട്ടോ, മാർജിന്റെ സൈഡിലായിട്ട് ഡേറ്റ് ഇട്ടോ. ഓക്കെ, ടു ടൈംസ് എഴുതി കഴിഞ്ഞവര് ലെഫ്റ്റ് സൈഡിൽ HW എന്ന് എഴുതിക്കേ താഴെ. ഇത് ക്ലാസ് വർക്ക് അല്ലേ, CW. അതിന്റെ താഴെ HW ഹോംവർക്ക് ചെയ്യണത്. ബാക്കി ഈ അക്ഷരങ്ങൾ തന്നെ 3 times കൂടി എഴുതുക. നമുക്ക് സ്ഥലം ഉണ്ടാവൂലേ താഴെ വരെ എഴുതാൻ? 3 times എഴുതാൻ സ്ഥലം ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. ഫൈവ് ടൈംസ് എഴുതിയാ മതി. ഇപ്പൊ 2 times എഴുതി, 3 times ഇനി ഹോംവർക്ക് ആണ്. ഓക്കെ, ക്ലോസ് യുവർ ബുക്ക്. എഴുതി കഴിഞ്ഞെങ്കിൽ ബുക്ക് അടച്ചു വെക്ക. നെക്സ്റ്റ് വെനസ്ഡേ നിങ്ങൾക്ക് ഇതിന്റെ എക്സാം ഉണ്ടാവും. സ്വരാക്ഷരങ്ങള് എക്സാം ഇടും. ഓക്കെ, റെഡി ആവോ? പഠിച്ച് റെഡി ആവോ നിങ്ങള്? ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ചിൽഡ്രൻ. നന്നായിട്ട് പഠിക്കണം, നല്ല വൃത്തിയായിട്ട് എഴുതണം. എന്താ ജോവിനെ ഇത്തിരി സന്തോഷം? ഒന്ന് സംസാരിച്ച കേൾക്കട്ടെ. കറണ്ട് വന്നത് കാരണാന്ന് പറയാം. കറണ്ട് പോയിരുന്നോ? ഓക്കെ, എന്നെ കണ്ടില്ല ഇത്രയും നേരം? മിസ്സിനെ കണ്ടില്ല? ചോറ് കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? എഴുതില്ലേ? എന്തെടുക്കുമായിരുന്നു അവിടെ എഴുതാതെ? നീ അങ്ങനെ കളിക്കാൻ പോയിട്ടാണോ? ഹോംവർക്ക് എഴുതാത്തെ. ഓക്കെ, നമുക്കിനി 8 മിനിറ്റ് കൂടി ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് പീരീഡ് നമ്മള് ഓസെ, ഓഖലി, ഔസെ, ഔരത്, അംസെ, അങ്കുർ പഠിച്ചു അല്ലേ? All of you close your notebook.
ക്ലോസ് യുവർ ബുക്ക്. അടച്ചു വെച്ചു. ഇനി എപ്പോഴാണ് നമ്മൾ തുറക്കുന്നത്? നെക്സ്റ്റ് വെനസ്ഡേ അല്ലേ? അടുത്ത വെനസ്ഡേ അല്ലേ ബുക്ക് തുറക്കുള്ളൂ? ആണോ? അല്ല, ഇന്ന് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ എന്താ നമ്മള് ചെയ്തത്? ടെക്സ്റ്റ് ബുക്കില് മാച്ച് ദ ഫോളോയിങ് ചെയ്തു അല്ലേ? സർക്കിള് വരച്ചു. കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അക്ഷരദീപം എടുത്തോ ഇന്ന്? ഇല്ല. അക്ഷരദീപം ഒന്ന് കാണിക്കോ ടീച്ചറിനെ? മിസ്സിന്റെ കയ്യില് അക്ഷരദീപം ഇല്ല. ആരോ ഒന്ന് കാണിക്കുക. നമ്മൾ എവിടം വരെ എഴുതി? അലൻ ജോസഫ് മോനെ, നമ്മൾ എവിടം വരെ എഴുതി ഒന്ന് പറയുവോ? മിസ്സിന് കാണാൻ പറ്റുന്നില്ല, ഒന്ന് പറയുവോ? പ്ലീസ് അൺമ്യൂട്ട്. അലൻ ഒന്ന് പറയോ മോനെ, അതാ വേർഡ് എന്താന്ന്? അലങ്ക് വരെയോ? അലഗ്, അലഗ് അല്ലേ? അലഗ് കഴിഞ്ഞിട്ട് 3 വേർഡ്സ് കൂടി ഉണ്ടല്ലേ? ഓക്കെ. അത് നിങ്ങൾ ഇന്ന് ഹോംവർക്ക് ചെയ്യണം. ജോവിൻ, ജോയൽ, ജോയൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. അമ്മ എവിടെ മോനെ? അമ്മ എവിടെ? ഇവിടെ ഉണ്ട്. ഉണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് 3 വേർഡ്സ് അല്ലേ നമ്മുടെ അക്ഷരദീപത്തിലുള്ളത്? അതെ അതെ. ഏതൊക്കെ വേർഡ്സ് ആണെന്നൊന്ന് പറയാൻ പറ്റുമോ? അഹം, അഹം, അഗർ, അഗർ, അകാല, അകാല. അകാല, അകാല മീൻസ് തനിച്ച്. ഈ 3 വേർഡ്സും നിങ്ങൾ എഴുതണം. പറ്റുമോ? ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ എഴുതിയാ മതി കേട്ടോ. ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങളത് അക്ഷരദീപത്തിൽ എഴുതിയാ മതി. ഓക്കെ? അക്ഷരദീപത്തിൽ എഴുതുന്ന കാര്യം നിങ്ങൾ പോസ്റ്റ് ചെയ്യണ്ട. മിസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കാണിക്കാൻ പറയുമ്പം ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ നിങ്ങൾക്ക് വർക്ക് നോട്ട് ബുക്കില് സ്വരാക്ഷരങ്ങളെ 3 ടൈംസ് എഴുതാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ? അക്ഷരദീപത്തിൽ നിങ്ങൾ വീട്ടിൽ എഴുതി വെക്കുക. എന്തിനാ അക്ഷരദീപത്തിൽ എഴുതുന്നത്? നമ്മള് ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടിട്ടാ അല്ലേ ഐഫുന? അതെ, നമ്മുടെ ഹാൻഡ് നന്നായിട്ട് ഉരുട്ടി എഴുതാൻ വേണ്ടിട്ടാ. ഇർഷാദ് കേൾക്കുന്നുണ്ടോ? അക്ഷരദീപത്തിൽ എഴുതിയാകുമ്പോ നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു വരും. ഓക്കെ. അൻവിത, അപ്പം ഇന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ഇതേ ഉള്ളൂ. എന്താ? സ്വരാക്ഷരങ്ങൾ എഴുതാൻ അല്ലേ? ബാക്കി ടെക്സ്റ്റ് ബുക്കില് വായിച്ച് പഠിക്കുക. നന്നായിട്ട് വായിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഓറൽ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും എക്സാമിന്. അക്ഷരങ്ങൾ എഴുതിക്കും. നെക്സ്റ്റ് വെനസ്ഡേ നിങ്ങൾക്ക് സ്വരാക്ഷരങ്ങൾ എഴുതിക്കും. ഓക്കെ? ആ വരെയുള്ളത് ടെക്സ്റ്റ് ബുക്ക് വായിപ്പിക്കുക കൂടി ചെയ്യും. ഓക്കെ, ഇനി 4 മിനിറ്റേ ഉള്ളൂ. ആർക്കാ ടീച്ചറോട് സംസാരിക്കാനുണ്ടോ? ജൽവ, അൺമ്യൂട്ട് ചെയ്തിട്ട് ടീച്ചറിനോട് സംസാരിച്ചോ. ഒന്നുമില്ല. ജിയ, നമ്മുടെ ക്ലാസ്സിൽ വന്നവരെയൊക്കെ ഒന്ന് ടീച്ചർ വിളിക്കട്ടെ. ലാസ്റ്റ് വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരെ ടീച്ചർ പേര് വിളിക്കുവാണ്. ജിയ, ഓക്കെ. ജിയ റോസ്, ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ, നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. എന്താ ഇർഷാദ്? ഒന്നുമില്ല. ലിസൺ, ഏബൽ മാത്യു, ഏബൽ മാത്യു, വേർ ഈസ് ഏബൽ? ഏബൽ. ഓക്കെ, ഓക്കെ.
എന്തായാലും ഹോംവർക്ക് 2 പ്രാവശ്യം എഴുതി. ഉം. ഹോംവർക്ക് ഹോംവർക്ക് 2 പ്രാവശ്യം എഴുതിയാ മതിയോ? സ്വരാക്ഷരം. കുഞ്ഞിന് അത്രയും സ്ഥലമുള്ളോ? 5 ടൈംസ് എഴുതാൻ ആ പേജിൽ സ്ഥലം ഉണ്ടല്ലോ. നമ്മൾ 2 ടൈംസ് അത് തന്നെ എഴുതണം. നമുക്ക് നെക്സ്റ്റ് വെനസ്ഡേ എക്സാം ഉണ്ടല്ലോ, അന്നപ്പോ എഴുതി പഠിക്കണ്ടേ? ഓക്കെ ഓക്കെ. ഇപ്പൊ 2 ടൈംസ് എഴുതി നമ്മള് ക്ലാസ് വർക്ക്. ഹോംവർക്ക് 3 ടൈംസ് കൂടി എഴുതുക. ഓക്കെ. ഓക്കെ. പിന്നെന്താ? ആദ്യത്തെ എന്താ മോനെ? ആദ്യം രാവിലത്തെ ക്ലാസ് കിട്ടിയില്ല. രാവിലത്തെ ക്ലാസ് കിട്ടിയില്ലേ? ഗ്രൂപ്പിൽ ഓഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ത് പറ്റി രാവിലെ? നെറ്റ് കിട്ടിയില്ല. നെറ്റ് കിട്ടിയില്ല. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൈം തീരാൻ പോവാണ്. ബൈ. ഭക്ഷണം കഴിക്കാത്തവര് പോയി കഴിച്ചോട്ടോ. See you.